ഈ മാരകമായ കൊള്ളയിൽ അകത്ത് നിങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം കിടക്കുകയാണ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുക, പുറത്താക്കണ്ട. ഒരു കാര്യം ഞാൻ പറയട്ടെ, പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ സംശയം ഏശിയവർക്കൊപ്പം പോലും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പൊളിറ്റിക്കൽ പ്രതിരോധമല്ലേ ഫലപ്രദം? ശ്രീ കെ അനിൽകുമാർ, ഉത്തമൻ തുടങ്ങി 11 പേരെയാ പ്രതികളാക്കിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാൻ തന്നെ ഭാഗ്യം. അതെ അതെ, ഞങ്ങൾ ഈ 10 കൊല്ലമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ പ്രതിരോധത്തിലാണോ? ഒരിക്കലില്ല. ക്യാമറ ഞങ്ങൾ പ്രതിരോധത്തിലാണോ? കെ ഫോണിൽ പ്രതിരോധത്തിലാണോ? മാസപ്പടി കേസിൽ പ്രതിരോധത്തിലാണോ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിരോധത്തിലാണോ? ഡോളർ കള്ളക്കടത്ത് കേസിൽ പ്രതിരോധത്തിലാണോ? അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഡോളർ കള്ളക്കടത്ത് കേസിൽ പ്രതിരോധത്തിലാണോ? പത്തോമാനെ പുറത്താക്കാൻ തയ്യാറുണ്ടോ ശ്രീ കെ അനിൽകുമാർ? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസർ. ഈ മാരകമായ ക്ഷേത്രക്കുള്ളിൽ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ കഴിയുമോ? താങ്കൾ കമല ഇന്റർനാഷണലിലേക്ക് പോവാണ്, മറുപടി ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഞാൻ അതിലേക്ക് പറയട്ടെ, ഒന്ന് പറയട്ടെ. പറയൂ. ഞങ്ങൾക്ക് ഡിഫൻസിന്റെ പ്രശ്നമേ ഇല്ല, ഞങ്ങൾ ഒഫൻസിലാണ്. ഞാൻ ചിരിച്ചു പോയനെ. കേരളത്തിലെ CPM-ഓ ഇടതുപക്ഷമോ മന്ത്രിസഭയോ മന്ത്രിമാരോ തലകുനിക്കേണ്ട ഒരു കുറ്റവും ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? കൊള്ളയിൽ കോടിക്കണക്കിന് വിശ്വാസികളെ മുറിവേൽപ്പിച്ച കൊള്ളയിൽ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ പേരിന് നടപടി സ്വീകരിക്കാൻ CPM തയ്യാറുണ്ടോ ശ്രീ കെ അനിൽകുമാർ? ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് സംസാരിച്ചത്. അല്ല, ആരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു നടപടി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആരെയും ബോധ്യപ്പെടുത്താൻ എനിക്ക് വിശ്വാസമുണ്ട്. സർവ്വമാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. അയ്യപ്പന്റെ പ്രതിനിധികളായി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ, ആന്റണി, ശബരിമലയുടെ അവിടുത്തെ MP, ശബരിമല ഇരുന്നിടത്തെ MLA, ഇവരെന്തിനാണ് ഈ പോറ്റിയും ഗോവർദ്ധനും അവിടെ പോയത്? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തിൽ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവരെ കയറ്റിയതിന് കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും നടപടി MP-മാർക്കെതിരെ എടുക്കുമോ? വേണം, അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. അടൂർ പ്രകാശിനെ ഇപ്പോ UDF-ന്റെ കൺവീനർ സ്ഥാനത്ത് മാറ്റുമോ? അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം അകത്ത് കിടക്കുക, പല കോടതികളിൽ പോയി ജാമ്യമില്ലാ തള്ളി പോവാണ്. ഇതൊക്കെ വലിയ തെറ്റാണോ? കോൺസ്പിറസിയിൽ പങ്കുണ്ട് എന്ന് SIT പറയുകയാണ്. അദ്ദേഹത്തെ ചേർത്ത് കെട്ടിപ്പിടിച്ചോണ്ട് നിങ്ങൾ ചോദിക്കുകയാണ്, പോറ്റിയെ പോയി കണ്ട ഈ പറഞ്ഞ അടൂർ പ്രകാശിനെ പുറത്താക്കുമോ? എടോ തിരുമണ്ട, അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡ്ഢിത്തം വിളമ്പി ആളാവാനല്ലടോ. നിങ്ങൾ എന്തൊരു വിഡ്ഢിത്തരമാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കാത്തതിന് കാരണം ഞാൻ ബഹുമാനിക്കുന്ന ആളായതുകൊണ്ടാണ് ആ വാക്യം ഉപയോഗിക്കാത്തത്. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? അങ്ങനെ ചേർത്ത് ബാരക്കിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന പോയി കണ്ട സോണിയാഗാന്ധി പുറത്താക്കുമെന്ന് ചോദിക്കണമെങ്കിൽ എന്താണ് ശ്രീ കെ അനിൽകുമാർ? എടാ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ? മാരകമായ ക്ഷേത്രക്കൊള്ളയിൽ സംശയത്തിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്ന നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ മുൻ MLA നടപടിയെടുക്കും എന്ന് പറയാൻ ധൈര്യം അങ്ങേക്കുണ്ടോ? ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ കോൺഗ്രസിനെ കൊണ്ട് ഇങ്ങനെ നാണം കെട്ട വക്കാലത്തുമായിട്ട് വരരുത് കേട്ടാ. ഒരു കാര്യം പറയാം, എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്, ധൈര്യമായിട്ട്.